പാകിസ്ഥാന് ഇന്ത്യ നൽകി വന്നിരുന്ന സിന്ധു നദീജലം നിർത്താൻ തീരുമാനിച്ചത് ആ രാജ്യത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോവുകയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത പ്രഹരമാണ്. സിന്ധു നദീജല ഉടമ്പടി പരിഗണിക്കാതെ എടുത്ത ഈ തീരുമാനം പാകിസ്ഥാൻ ഭരണകൂടത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസിയാണ് ഉന്നതതല യോഗത്തിന് ശേഷം നിർണായക തീരുമാനം പ്രഖ്യാപിച്ചത്. പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയെ പൂർണ്ണമായും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന വലിയ തീരുമാനമാണിത്. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ പഞ്ചാബിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത് ഇതുവഴിയാണ്. അതാണ് ഇനി തടസ്സപ്പെടുക. ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാനകത്ത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനിലെ പ്രധാന കാർഷിക മേഖലയാണ് പഞ്ചാബ്. ഇവിടത്തെ കാർഷിക പ്രവർത്തനങ്ങൾ നിലച്ചാൽ അത് സ്വാഭാവികമായും പാകിസ്ഥാനിലെ മറ്റു പ്രവിശ്യകളെയും ബാധിക്കും. സാമ്പത്തിക വെല്ലുവിളികളിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ഇനി ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടായാൽ അത് ആ രാജ്യത്തെ പൂർണ്ണമായും തകർക്കും എന്നതിൽ സംശയമില്ല. പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായപ്പോൾ പോലും സ്വീകരിക്കാത്ത കർശന നടപടിയാണ് സിന്ധു നദീജല കരാറിന്റെ കാര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ചത്. കരാർ മരവിപ്പിച്ചത് കടുത്ത വരൾച്ചയിലേക്കും ഭക്ഷ്യക്ഷാമത്തിലേക്കും വരെ പാകിസ്ഥാനെ തള്ളിവിട്ടേക്കും. ഇതിന് ജനങ്ങളോട് പാക് സർക്കാർ മറുപടി പറയേണ്ടി വരും. സ്വാതന്ത്ര്യാനന്തരം തുടങ്ങിയതാണ് സിന്ധു നദീജല തർക്കം. പലതവണ ചർച്ച നടത്തിയ ശേഷം 1960 സെപ്റ്റംബർ 19 ലോക ബാങ്ക് മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. സിന്ധു നദിയുടെ ഭാഗമായ കിഴക്കോട്ടൊഴുകുന്ന ബിയാസ്, രവി, സത്ലജ് നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു, ചെനാബ്, ധലം നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും എന്നതായിരുന്നു കരാർ. പാകിസ്ഥാന് 99 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളവും ഇന്ത്യക്ക് 41 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളവുമാണ് ലഭിച്ചിരുന്നത്. പാകിസ്ഥാന്റെ പ്രധാന ജലസ്രോതസ്സും ഈ 3 നദികളാണ്. 68% പേരും ജലസേചനത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഉടമ്പടി മരവിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ വൻതോതിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ്. വിളവെടുപ്പ് കുറയുമ്പോൾ സ്വാഭാവികമായും ഭക്ഷ്യക്ഷാമം ഉണ്ടാകും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് കാർഷിക മേഖലയിലെ തിരിച്ചടി ഇരട്ടി പ്രഹരമാകും. ജനങ്ങൾ പട്ടിണിയിലാകുമ്പോൾ മറുപടി പറയേണ്ടി വരിക ആ രാജ്യത്തെ ഭരണകൂടമാണ്. എത്ര ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചാലും പരിധി വിടുമ്പോൾ ജനവികാരം സർക്കാരിന് എതിരാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നീക്കം യഥാർത്ഥ സർജിക്കൽ സ്ട്രൈക്കായി മാറുന്നത്.